ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോഡ്. മക്കളെ, ഇന്ന് +1 ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് ഈ വരുന്ന എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം മക്കളെ, എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ദെൻ മക്കളെ, നമ്മുടെ എജുപോർട്ട് ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെഗാ ഓഫറുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എജുപോർട്ടിൻ്റെ ബൂസ്റ്റർ ബാച്ച്, ഓക്കെ, +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിന്റെ പബ്ലിക് എക്സാം റിവിഷൻ ബാച്ചും കൂടിയാണ് ഇത് പറയുന്നത് ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക മക്കളെ, നമ്മുടെ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ ഫസ്റ്റ് ഫില്ല് ചെയ്യണം. ആ ഫോമിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ആ ലിങ്കിൽ കയറിയിട്ട് നമ്മുടെ ഒന്ന് ഗൂഗിൾ ഫോം മാത്രം ഫില്ല് ചെയ്യുക. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നു. ദെൻ 1,999 ആണ് നമ്മൾ ഈടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരുപാട് പഠിക്കാനുണ്ട് ആണല്ലോ. ഓക്കെ, ക്രിസ്മസ് എക്സാം ഇതുപോലെ അങ്ങോട്ട് കഴിയും. ആദ്യമായിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോവാണേ, ക്രിസ്മസ് എക്സാം ഇത് അങ്ങോട്ട് കഴിയും. ഇനി വരാൻ പോകുന്ന നമ്മുടെ പബ്ലിക് എക്സാമുകളെ, ബാക്കി പരീക്ഷകളൊക്കെ പാസ്സാകണ്ടേ, പാസ്സാവണമല്ലോ. ഒരുപാട് പഠിക്കാനുണ്ട് +1. അപ്പോൾ ഇനി അങ്ങോട്ട് +2 എന്തായിരിക്കും, അതിലേറെ പഠിക്കാനുണ്ട്. സിമ്പിൾ ആവില്ല, ടഫ് തന്നെയായിരിക്കും. അപ്പോൾ മക്കളെ, ഈ +1 നല്ല മാർക്കോടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു മാർക്ക്, നല്ലൊരു ഗ്രേഡ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ മക്കളെ, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ദെൻ A+ ഷുവർ ആണ്. ദെൻ കേരളത്തിന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ കിട്ടിയ ബാച്ചും കൂടിയാണ് ഏത് പറയുന്നത്, നമ്മുടെ ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഒരുപാട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്ക്ലൂസീവ് സ്റ്റഡി ഗ്രൂപ്പ് ബൈ മെന്റേഴ്സ് ആൻഡ് വാട്സ്ആപ്പ് ഡൗട്ട് ക്ലിയറൻസ് ബൈ ടീച്ചേഴ്സ്. ദെൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ പകുതിക്ക് കയറിയ ഫുള്ള് ചാപ്റ്റർ എനിക്ക് കിട്ടുമോ ക്ലാസ് എന്നൊക്കെ. കിട്ടും, എന്തായാലും കിട്ടും. ദെൻ ഫുൾ ചാപ്റ്റർ ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല ഈ ഫെബ്രുവരി 1st വീക്ക് ആവുമ്പോഴേക്കും നമ്മൾ ഫുൾ സിലബസ് പ്രകാരമുള്ള നമ്മുടെ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഫെബ്രുവരി മാർച്ച് ആവുമ്പോഴേക്കും റിവിഷൻ ആൻഡ് മോഡൽ എക്സാം ആൻഡ് 3 സെറ്റ് ഓഫ് എക്സാംസ് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് AI വെച്ച് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ടീച്ചേഴ്സ് വഴിയും മെൻറ്റേഴ്സ് വഴി നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്ററിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. ദെൻ സബ്ജക്റ്റ് വൈസ് ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുടക്കീഴിൽ ഒരുപാട് കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓഫർ മിസ് ചെയ്യരുത്. നിങ്ങൾ പെട്ടെന്ന് ആ ഒരു ലിങ്കിൽ കയറിയിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമുക്ക് എന്താണ് വേണ്ടത്, ഫുൾ മാർക്കാണ് വേണ്ടത് അല്ലേ, A+ ആണ് വേണ്ടത്. നല്ലൊരു സ്കോറാണ് അല്ലേ. പാരൻസിൻ്റെ മുന്നിലൊക്കെ ഈ ഒരു മാർക്ക് ലിസ്റ്റ് കാണിക്കുമ്പോൾ ഒരു നല്ല ഹെൽത്തി ആയ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും അല്ലെ. എഴുതിയ നിങ്ങൾക്കും സന്തോഷമായിരിക്കും, അത് കാണുന്ന പാരൻസിനും സന്തോഷമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ബൂസ്റ്റർ ബാച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പാരൻസുമായിട്ടൊക്കെ സംസാരിക്കുക കേട്ടോ. മാത്രമല്ല ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ +1 ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പ്. ഓക്കെ, ഈ സ്റ്റഡി ഗ്രൂപ്പിൽ, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ ഇന്ന് എടുക്കുന്ന പ്രധാനപ്പെട്ട ഈ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സിന് നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ ജോഗ്രഫിയിലെ ഓരോ ചാപ്റ്റേഴ്സും വളരെ സൂക്ഷ്മമായ രീതിയിലുള്ള മൈക്രോബിറ്റ് നിങ്ങൾക്ക് ലഭ്യമാകും. ദെൻ ഓരോ ലൈവ് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കരുത്, പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനപ്പെട്ട ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. Then which are the branches of physical geography? ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അറിയാലോ, ഫിസിക്കൽ ബ്രാഞ്ചസ് അറിയാലോ, ഏതൊക്കെയാണ്? ഫിസിക്കൽ ജോഗ്രഫിയുടെ 3 ബ്രാഞ്ചസ് ആണ് ഉള്ളത്. ഓക്കെ, ഭൗതിക ഭൂമിശാസ്ത്രത്തിന്റെ, ക്ലൈമറ്റോളജി കാലാവസ്ഥ നിർണയശാസ്ത്രം, ഹൈഡ്രോളജി സോയിൽ ജോഗ്രഫി. ഓക്കെ, ദെൻ ബാക്കി വരുന്നുണ്ട് ഹ്യൂമൻ ജോഗ്രഫിന്റെ സബ് ഏതൊക്കെയാണ്? സോഷ്യൽ ഓർ കൾച്ചറൽ ജോഗ്രഫി, പോപ്പുലേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ജോഗ്രഫി, ഇക്കോണമിക് ജോഗ്രഫി, ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി, പൊളിറ്റിക്കൽ ജോഗ്രഫി. ആൻഡ് ബയോ ജോഗ്രഫിയുടെ സബ് ഏതൊക്കെ വരുന്നത്? പ്ലാന്റ് ജോഗ്രഫി, സൂ ജോഗ്രഫി, ഇക്കോളജി, എൻവയോൺമെന്റൽ ജോഗ്രഫി. അപ്പോൾ ഇതിൽ ഓരോ ബ്രാഞ്ചസിൻ്റെയും
ഓരോ സബ് ബ്രാഞ്ച് നിങ്ങൾ പഠിച്ചിരിക്കണം, അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് മാത്രമേ ചോദിക്കൂ എന്ന് പറയാൻ പറ്റില്ല, ഇതിലേതെങ്കിലും ഒരു ബ്രാഞ്ച് ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാം നിങ്ങൾ തറയായിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ. നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട തിയറി അല്ല ബിഗ് ബാങ് തിയറി. നമ്മുടെ ഭൂമിയുടെ എവല്യൂഷൻ ഒറിജിനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അംഗീകരിച്ച തിയറിയാണ് ഏത്, ബിഗ് ബാങ് തിയറി. അപ്പൊ ആ തിയറിയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, എസ്എ ക്വസ്റ്റ്യൻ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് എസ്എ പ്രതീക്ഷിക്കാം. അപ്പൊ ആ തിയറി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓരോ സ്റ്റേജസ് ആയിട്ട് ആ തിയറി പറയുന്നുണ്ട്. ഓക്കെ, ഓരോ സ്റ്റേജസ് ആയിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ടോപ്പിക് ആണ് ദെൻ ഡിഫറൻറ്റ് ബിറ്റ്വീൻ എപ്പിസെൻറ്റർ ആൻഡ് സീസ്മിക് ഫോക്കസ്. അതികേന്ദ്രവും ഭൂകമ്പ നാഡിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ഈ സീസ്മിക് ഫോക്കസും അതുപോലെ എപ്പിസെൻറ്ററും ആ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക കേട്ടോ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഭൂമിയുടെ ബാഹ്യപടലത്തിലുള്ള പാറകളിൽ കാണുന്ന ഈ കുഞ്ഞു 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 വിള്ളലുകളെയാണ് നമ്മൾ ഫോൾട്ട് അല്ലെങ്കിൽ ന്യൂനത എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ ഭൂമിയുടെ ഉള്ളിൽ ഭൂകമ്പം ആരംഭിക്കുന്ന എർത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തിന് ഉത്ഭവ കേന്ദ്രം ഫോക്കസ് എന്നാണ് പറയുന്നത്. എവിടെയാണത്, ഭൂമിയുടെ അകത്താണ് കേട്ടോ ഫോക്കസ് എന്ന് പറയുന്നത്. ദെൻ ഉത്ഭവ കേന്ദ്രത്തിനു നേരെ അല്ലെ, ഈ ഫോക്കസിന് നേരെ ഭൗമോപരിതലത്തിന് ഭൂകമ്പം ആരംഭിക്കുന്ന സ്ഥലമാണ് ഏത്, എപ്പിസെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഭൂകമ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് എവിടെ, ഭൂമിക്ക് അകത്ത് ഉള്ളിൽ വെച്ചിട്ട് ഏതാണ്, ഫോക്കസ് ആണ്. എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂകമ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഏത്, എപ്പിസെൻറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കണ്ടോ നിങ്ങളെ, ഈ റെഡ് മാർക്ക് ചെയ്ത ഈ ബ്ലൂ മാർക്കിൽ ഫസ്റ്റത്തെ അതാണ് നമ്മുടെ ഏത് പറയുന്നേ, നമ്മുടെ ഫോക്കസ്. ദെൻ ഈ മുകൾ ഭാഗത്തുള്ള ഈ ഒരു പോയിന്റ് ആണ് ഏത്, എപ്പിസെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കട്ടോ. ഉത്ഭവ കേന്ദ്രത്തിനും നേരെ ഭൗമോപരിതലത്തിന് ഭൂകമ്പം ആരംഭിക്കുന്ന സ്ഥലമാണ് എപ്പിസെൻറ്റർ എന്ന് വിളിക്കുന്നത്. എപ്പിസെൻറ്ററിന് അടുത്താണ് ഭൂകമ്പത്തിന്റെ തീവ്രത ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുക. ഭൂകമ്പത്തിന്റെ വ്യാപ്തിയും തീവ്രതയും അളക്കുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ എത്ര പേർക്ക് അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കും. ഓക്കെ, അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ടോപ്പിക്കാണ് ഭൂവൽക്കത്തിന്റെ ഉള്ളിൽ വെച്ച് ലാവ തണുത്തുറഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ള ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. ഏതാണ്? ഫസ്റ്റ് വൺ ഈസ് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസസ് അല്ലെ, ബസാൾട്ട് നിറഞ്ഞ മേഖലയാണ്. ചില പ്രദേശങ്ങളിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോഴുണ്ടാകുന്ന വലിയ ലാവാ പ്രവാഹം വളരെ ദൂരത്തേക്ക് ഒഴുകി 50 കിലോമീറ്ററിലേറെ ഘടനയിൽ വരെ ഇപ്രകാരമുള്ള അടുക്കുകൾ ഉണ്ടാകാറുണ്ട്. എക്സാമ്പിൾ ആണ് മഹാരാഷ്ട്രയിലെ പീഠഭൂമിയിലെ ഡെക്കാൻ ട്രാപ്സ് ഒരു ബസാൾട്ട് മേഖലയാണ്. ഓക്കെ, മറ്റൊന്നാണ് വോൾക്കാനിക് ലാൻഡ് ഫോംസുകളാണ്. ഏതാണ്? അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ വൻതോതിൽ ലാവ പുറത്തേക്ക് ഒഴുകുന്നു. പുറത്തേക്ക് വമിക്കുന്ന ലാവ ചിലപ്പോൾ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുൻപേ ബാഹ്യപടലത്തിലൂടെ വെച്ച് തന്നെ തണുത്തുറഞ്ഞ് എന്തായിട്ട് മാറുന്നുണ്ട്, എന്താണ്, ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് ആയിട്ട് അത് മാറുന്നുണ്ട്. മറ്റൊന്നാണ് ഏത്, ബർത്തോളിക്സ് ആണ്. മാഗ്നറ്റിക് വസ്തുക്കൾ ഭൂമിയുടെ പുറംതോടിൽ ആഴത്തിൽ തണുക്കുമ്പോൾ അത് വലിയ താഴികക്കുടങ്ങളുടെ ആകൃതിയിലോട്ട് വികസിക്കുന്നു. എന്നാൽ പൊട്ടിത്തെറിയുടെ സമയത്ത് പുറത്തു വരുന്ന വസ്തുക്കളാൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ അവ മനുഷ്യന്റെ കണ്ണുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ഓക്കെ, ദെൻ ഡൈക്സ് ആണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ പുറത്തേക്കൊഴുകുന്ന ലാവ മണ്ണിലെ വിള്ളലുകളിലൂടെ പൊട്ടലുകളിലൂടെയും കടന്നു പോകുന്നു. ദെൻ തണുത്തുറയുമ്പോൾ നീണ്ട മതില് പോലെ അത് രൂപപ്പെടുകയും മതിലുകൾ പോലെ രൂപപ്പെടുത്തരം പാറകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൈക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അഗ്നിപർവ്വതത്തിലൂടെ ഉണ്ടാകുന്ന ലാൻഡ് ഫോംസുകൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഇന്റീരിയർ ഓഫ് എർത്ത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. ഇവിടെ ഇത് കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ചേരുമ്പടി ചേർക്കാനൊന്നുമല്ല. നമുക്കറിയാം ക്രസ്റ്റ്
അല്ലെ, ക്രസ്റ്റ് ഫസ്റ്റ് വരുന്നുണ്ട്, അതിന് താഴെ മാന്റിൽ വരുന്നുണ്ട്, അതിന് താഴെ കോർ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്നും ആസ്തനോസ്ഫിയർ അല്ലെ, ആസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മാന്റിലിന്റെ ഒരു ഫീച്ചർ ആണ്, ഒരു ലെയർ ആണ്. അതുപോലെ നിഫെ ലെയർ ഒക്കെ. ഇത് മാത്രം ചോദിച്ചു ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഓരോ ലെയേഴ്സും നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ ക്രസ്റ്റ് നമുക്ക് എഴുതാനാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എത്രയാണ്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴോട്ട് 100 കിലോമീറ്റർ വരെ തിക്നെസ്സിലാണ് ഏതുള്ളത്, ക്രസ്റ്റ് ഉള്ളത്. മാന്റിലോ 100 മുതൽ 2900 കിലോമീറ്ററിന് താഴെയാണ് വരുന്നത്. ഓക്കെ. ദെൻ നമ്മുടെ കോർ 2900 മുതൽ 6300 കിലോമീറ്റർ താഴെ വരെയാണ് ഇത് കോർ വരുന്നത്. അപ്പൊ ഇത് ഓരോന്നും പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ടോപ്പിക് ആണ് ഏത്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. അറിയാലോ. അപ്പോൾ ഐഡന്റിഫൈ ദ മീറ്റിയോളജിസ്റ്റ് ഹു പുട്ട് ഫോർവേഡ് ദി കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആൻഡ് മെൻഷൻ എനി 2 എവിഡൻസ് ടു സപ്പോർട്ട്. അപ്പോൾ ആ ഒരു തിയറി വിശ്വസനീയമാക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് തെളിവുകൾ നിരത്തുന്നുണ്ട്. ആ തെളിവുകൾ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെയാണ്, റോക്സ് ഓഫ് ദി സെയിം ഏജ്, ഗോൾഡ് ഡെപ്പോസിറ്റ്, ഫോസിൽ. അപ്പോൾ ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ദെൻ മറ്റൊന്ന്, ഡിഫൈൻ ഓറോജനി ആൻഡ് എപ്പിറോജനി. നോക്കാം, എന്താണ് ഓറോജനി, എന്താണ് ഓറോജനിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൗണ്ടെയിൻസ്. എന്താണ്, പർവ്വതങ്ങളുടെ രൂപീകരണ പ്രക്രിയയാണ് എന്ത് പറയുന്നത്, ഓറോജനി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പർവ്വത നിർമ്മാണ പ്രക്രിയയാണ് ഇത്. എന്നാൽ എപ്പിറോജനി എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പിറോജനി ഈസ് ദ regional uplift of extensive areas of the area's crust. ഭൂമിയുടെ പുറന്തോടിന്റെ വിസ്തൃതമായ പ്രദേശങ്ങളുടെ പ്രാദേശിക ഉയർച്ചയാണ് ഏത്, എപ്പിറോജനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എപ്പിറോജനി എന്താണ്, വളരെ ലളിതമായ രൂപഭേദം ചില സമയങ്ങളിൽ നടക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, രണ്ടും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മെൻഷൻ ടൈപ്സ് ഓഫ് വെതറിങ്. അറിയാലോ, കെമിക്കൽ വെതറിങ്, ഫിസിക്കൽ, മെക്കാനിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. അപ്പൊ ഇത് ഓരോന്നും പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ 5 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സോയിൽ ഫോർമേഷൻ. ഈ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന അഞ്ച് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. പാരന്റ് മെറ്റീരിയൽ, ഓക്കെ, മൂലപദാർത്ഥം, ട്രോപ്പോഗ്രഫി, ഭൂപ്രകൃതി, ക്ലൈമറ്റ്, കാലാവസ്ഥ, ബയോളജിക്കൽ ആക്ടിവിറ്റീസ് അല്ലെ, ജൈവിക പ്രവർത്തനങ്ങൾ, ആൻഡ് ടൈം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. Then what is the features of stalagmites and stalactites? അപ്പോൾ stalagmitesഉം stalactitesഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് stalactites, എന്താണ് stalactites? It is the depositional feature formed on the roof of cave. ഇത് എവിടുന്നാണ്, ഗുഹയുടെ മുകൾ ഭാഗത്ത് നിന്നും താഴേക്ക് വരുന്ന നിക്ഷേപ രൂപങ്ങളാണ് ഏതെന്ന് പറയുന്നത്, സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഹാങ് ഫ്രം ദ സീലിംഗ് ഓഫ് ലൈംസ്റ്റോൺ കേവ്. ഇത് ഗുഹയുടെ മുകൾ ഭാഗത്ത് നിന്നും തൂങ്ങി നിൽക്കുന്ന ഒരു രൂപത്തിലാവും നമുക്ക് കാണാൻ പറ്റുക. ദെൻ ഫോംഡ് ബൈ ഡ്രിപ്പിംഗ് വാട്ടർ ഡെപ്പോസിഷൻ കാൽസ്യം കാർബോണേറ്റ്. വെള്ളത്തിലെ കാൽസ്യം കാർബണേറ്റ് നിക്ഷേപം മൂലമാണ് ഇത് രൂപം കൊള്ളുന്നത്. ദെൻ ഗ്രോ ദി ഡൗൺവേർഡ്, താഴോട്ട് ഇങ്ങനെ അത് വളരുന്നു. മറ്റൊന്നാണ് സ്റ്റാലഗ്മൈറ്റ്സ് ആണ്. ഇത് എവിടുന്നാണ്, ഗ്രൗണ്ടിൽ നിന്നും മുകളിലോട്ടാണ് ഈ ഒരു രൂപം ഉണ്ടാകുന്നത്. ദെൻ സ്റ്റാലഗ്മൈറ്റ്സ് ആർ depositional features that from the on the floor of the curve. ഇത് തറയിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന നിക്ഷേപ രൂപങ്ങളാണ് ഏത് പറയുന്നത്, സ്റ്റാലഗ്മൈറ്റ്സ്. ദെൻ ഗ്രോ അപ്വേർഡ് ഫ്രം ദ കേവ് ഫ്ലോർ, തറയിൽ നിന്ന് മുകളിലോട്ടാണ് ഇത് വളരുന്നത്. ദെൻ ക്രിയേറ്റ് വെൻ വാട്ടർ ഡ്രോപ്സ് ഫ്രം സ്റ്റാലക്ടൈറ്റ്സ് ആൻഡ് ഡെപ്പോസിറ്റ്സ് കാൽസ്യം കാർബോണേറ്റ്. സ്റ്റാലക്ടൈറ്റുകളിൽ നിന്നും ചേരുന്ന വെള്ളത്തിലെ കാൽസ്യം കാർബൺ നിക്ഷേപം മൂലം ഇത് രൂപപ്പെടുന്നു. മേ ജോയിൻ സ്റ്റാലക്ടൈറ്റ്സ് ടു ഫോം ഓഫ് എ പില്ലർ ഓർ കൊളം. അല്ലേ, ഇതെങ്ങനെ ഈ സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലഗ്മൈറ്റുകളും കൂടി ചേർന്നൊരു പില്ലർ ആയിട്ട് അത് മാറാറുണ്ട്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഏത്, ദ അറ്റ്മോസ്ഫിയറിക് ലയേഴ്സ്. അറിയാലോ, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഏതൊക്കെയാ ലയേഴ്സ്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. നമ്മൾ ലൈവിൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയൂ കേട്ടോ. ഓക്കെ,
ഇനി നമുക്ക് നോക്കാം which factors temperature at any place is influence. ഏതൊരു സ്ഥലത്തെയും താപനിലയെ സ്വാധീനിക്കുന്ന ഘടകം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതൊക്കെയാ വരുന്നത്? ഒന്ന് ലാറ്റിറ്റ്യൂഡ്, ഓക്കെ, അക്ഷാംശം, ആൾട്ടിറ്റ്യൂഡ് ഉയരം, ഡിസ്റ്റൻസ് ഫ്രം ദി സീ കടലിൽ നിന്നുള്ള ദൂരം, ഓഷ്യൻ കറൻസ് സമുദ്രപ്രവാഹങ്ങളെ, വിൻഡ്സ് ആൻഡ് എയർ മാസസ് കാറ്റും വായുമേഖലകളും, ക്ലൗഡ് കവർ ആൻഡ് സൺഷൈൻ ഡ്യൂറേഷൻ മേഘാവരണം അല്ലെ. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഇത് ഓരോന്നും നമ്മൾ അടുത്ത ലൈവിൽ നമ്മൾ പറയുന്നതായിരിക്കും. Okay, next topic ആണ് that is the forces affecting the velocity and direction of wind. കാറ്റിന്റെ വേഗതയെയും ദിശയെയും ബാധിക്കുന്ന ബലങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ് കാറ്റിന്റെ വേഗതയെയും ഗതിയെയും സ്വാധീനിക്കുന്ന ബലങ്ങൾ? The difference in wind flow from atmospheric high pressure make their air move. The air in motion is experiencing friction, rotation pressure of the to low pressure wind on the surface movement. The force exerted by the earth also create obstruction of to wind too, and the rotation of the earth is called Coriolis force. The horizontal winds on the surface of the earth responds to the combined effect of the different force. അപ്പോൾ അന്തരീക്ഷത്തിലെ മർദ്ദ വ്യത്യാസങ്ങൾ മൂലം എന്ത് സംഭവിക്കും? ആ വായു ചലിക്കുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഈ ചലിക്കുന്ന വായുവാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റ് എന്ന് പറയുന്നത്. ഉന്നത മർദ്ദ മേഖലയിൽ നിന്നും എവിടുന്ന കാറ്റ് വീശുന്നത്? ന്യൂനമർദ്ദ മേഖലയിലോട്ടാണ് കാറ്റ്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ ബെൽറ്റും കാര്യങ്ങളൊക്കെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ പ്രതലങ്ങളിൽ തട്ടുമ്പോൾ കാറ്റിന് ഘർഷണം അനുഭവപ്പെടുന്നു. ഭൂമിയുടെ ഭ്രമണവും കാറ്റിന്റെ ചലനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഭൂമിയുടെ ഭ്രമണം ചെലുത്തുന്ന ബലത്തിനെയാണ് നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പ്രഷർ ഗ്രാഡിയന്റ് ഫോഴ്സ് ആണ് മർദ്ദ വ്യത്യാസം മൂലമുണ്ടാകുന്ന ബലം. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഘർഷണ ബലം. കൊറിയോളിസ് ഫോഴ്സ് ആണ് ഭ്രമണ ബലം. ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഗുരുത്വാകർഷണ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. Then what is the importance of mountain breeze and valley breeze? എന്താണ് താഴ്വര കാറ്റ്? എന്താണ് മലങ്കാറ്റ്? എന്താണ്? മലപ്രദേശങ്ങളിൽ നിന്നും പകൽ സമയത്തെ മലഞ്ചെരുവുകളിൽ ചൂടാവുകയും ചൂട് പിടിച്ചു വായു മുകളിലോട്ട് ഉയരുകയും ചെയ്യുന്നു. എന്നാൽ താഴ്വരകളിൽ നിന്നും വായു മുകളിലോട്ട് പ്രവഹിച്ച് ആ ശൂന്യത നികത്തുന്നു. താഴ്വരയിൽ നിന്നും വീശുന്ന ഈ കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താഴ്വര കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും എന്ത്? മലങ്കാറ്റില്. രാത്രിയിൽ മല എന്താവും? ചെരിവുകൾ തണുക്കുമ്പോൾ അവിടെയുള്ള സാന്ദ്രത കൂടിയ വായു താഴ്വരയിലോട്ട് താഴുന്നു. എന്നിട്ട് മലയിൽ നിന്നും താഴ്വരയിലോട്ട് വീശുന്ന ഈ കാറ്റിനെ മലങ്കാറ്റ് എന്നും പറയുന്നു. ഉയർന്ന പീഠഭൂമികളിൽ നിന്നും മഞ്ഞു പാടങ്ങളിൽ നിന്നുമാണ് തണുത്ത കാറ്റ് താഴ്വരകളിലോട്ട് വീശുന്നത്. അപ്പോൾ മലങ്കാറ്റും താഴ്വര കാറ്റും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ക്ലാസിഫൈ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്. അറിയാലോ ഏതൊക്കെയാണെന്നുള്ളത്? സിറസ് ക്ലൗഡ്, ക്യുമുലസ് ക്ലൗഡ്, സ്ട്രാറ്റസ് ക്ലൗഡ് ആൻഡ് നിംബസ് ക്ലൗഡ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ലൈവിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ ബാബർ ആൻഡ് ടെറായ് അല്ലെ. ബാബർ ടെറായ് എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? വടക്കൻ സമതലങ്ങളിൽ നമ്മൾ 3 മേഖലകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഏത്? ബാബർ അല്ലെ. മറ്റൊന്ന് തറായ് ആൻഡ് ദി അലൂവിയൽ പ്ലെയിൻസ് അല്ലെ. എക്കൽ തടങ്ങളാണ്. ഈ എക്കൽ തടങ്ങൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗാദറും ബൻഗറും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? എന്താണ് ബാബർ? എന്താണ് തറായി? നോക്കാം. എന്താണ് ബാബർ? നാരോ സ്ട്രിപ്പ് of the about 10 kilometer running parallel to the Shivaling hills. Then rivulets streams coming down the mountains bring heavy rock and boulders. ശിവാലിക് മലനിരകൾക്ക് സമാന്തരമായി 10 കിലോമീറ്ററിലുള്ള ഇടുങ്ങിയ ഒരു നീണ്ട നിലമാണ് എന്ത് പറയുന്നത്? ബാബർ.
മലകളിൽ നിന്നും ഒഴുകി വരുന്ന അരുവികളും നീരുറവകളും ഒപ്പം ഭാരമുള്ള പാറകളും കട്ടി കളിമണ്ണും ഇത് കൊണ്ടുവരുന്നുണ്ട്. ഇനി തറായി എന്താണ്? ഇത് മേഖലയുടെ വീതി ഏതാണ്ട് 10 മുതൽ 20 മീറ്റർ വരെയാണ്. അരുവികൾ പ്രത്യേക ജലം നിർഗമന മാർഗങ്ങളിലൂടെ ചാടാതെ അങ്ങും ഇങ്ങും ഒഴുകി എത്തുകയാണ് ചെയ്യാറ്. അതിനാൽ ചേറും ചളിയും നിറഞ്ഞതാണ് ഈ പ്രദേശം. സസ്യജാലങ്ങൾ ഇവിടെ തഴച്ചു വളരുന്നു. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ കൂടിയാണ് ഏത്? തറായി റീജിയൻ. നമുക്ക് make the comparison by the islands group of the Arabian and Bay of Bengal. അപ്പോൾ നമ്മുടെ അറബിക്കടലിലെയും നമ്മുടെ ബംഗാൾ ഉൾക്കടലിലെയും ഐലൻഡുകൾ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. അറിയാലോ ഏതൊക്കെയാണ്? അറിയാലോ? യെസ്, ഇൻ ദ ബേ ഓഫ് ബംഗാളിലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, അറേബ്യൻ സീയിലെ ലക്ഷദ്വീപ്. അപ്പോൾ വടക്ക് ആൻഡമാൻസ് ഐലൻഡുകൾ, നോർത്ത് ഭാഗത്ത് സൗത്ത് നിക്കോബാർ ഐലൻഡ്സ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ബാരൻ ഐലൻഡ്, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്കിന് പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ദ ഫീച്ചേഴ്സ് ഓഫ് ഗോദാവരി റിവർ. അറിയാലോ ഗോദാവരി നദിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എക്സാമിൽ പ്രതീക്ഷിക്കാം. ദ ഗോദാവരി റിവർ ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ദ പെനിൻസുലാർ ഇന്ത്യ, ഓഫൻ കോൾഡ് ദക്ഷിണ ഗംഗ അല്ലെ എന്ന പേരിലും ഗോദാവരി റിവർ അറിയപ്പെടുന്നുണ്ട്. ഒറിജിൻ ഫ്രം ദ നാസിക് ഇൻ മഹാരാഷ്ട്ര. The river flow eastward through Maharashtra, Telangana, Andhra Pradesh, Chhattisgarh and final drain to the Bay of Bengal, forming a layer delta. It is an important river for irrigation, agriculture and hydroelectric power. It's a very important. Then the drainage patterns. ഏതൊക്കെയാണ് ജലനിർഗമന മാതൃകകൾ? അറിയാലോ. First one is the dendritic pattern, then radial pattern, Dreyfus pattern, centripetal patterns. അപ്പോൾ ഓരോ പാറ്റേൺ ഒക്കെ പഠിക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ അറിയാം. അപ്പോൾ പാറ്റേണിൻ്റെ ആ ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് പഠിച്ചു വെക്കുക. ചോദ്യം വരുമ്പോൾ നമുക്ക് ആ ചിത്രങ്ങൾ വരക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പോയിന്റ് നേടാൻ സാധിക്കും. What is the difference between watershed and river basin? അല്ലെ എന്താ നോക്കാം. എന്താണ് വാട്ടർഷെഡ്? എന്താണ്? 2 ജലവാഹിനി സംവിധാനങ്ങളെ വേർതിരിക്കുന്ന ചെറിയൊരു ഭൂവിഭാഗമാണ്. ജലവിഭാഗ രേഖയായി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണയായി ഉയർന്ന പ്രദേശങ്ങളിലും മലനിരകളിലാണ് നമുക്ക് ഈ വാട്ടർഷെഡ് കാണാൻ പറ്റുന്നത്. ജലം ശേഖരിക്കാതെ വിവിധ നദികളിലേക്കുള്ള ഒഴുക്ക് ഇത് നിർണ്ണയിക്കുന്നുണ്ട്. റിവർ ബേസിൻ എന്താണ്? ഒരു പ്രധാന നദിയും അതിൻ്റെ ഉപനദിയും ചേർന്ന് ജലം ഒഴുകുന്നൊരു വലിയ പ്രദേശമാണ്. മഴവെള്ളം ശേഖരിക്കുകയും ഒഴുക്കുകയും ചെയ്യുന്നു. സമതലങ്ങളെ, താഴ്വരകളെ, ഉപദ്വീപീയ തടങ്ങൾ എന്നിവ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ പ്രദേശത്തെ മുഴുവൻ ജലം ഒരു നദിയിലേക്കാണ് ഇവിടെ ഒഴുകുന്നത്. മറ്റു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത്. ദെൻ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ. അറിയാലോ ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ദ ലാറ്റിറ്റ്യൂഡ്, ദ ഹിമാലയൻ മൗണ്ടെയിൻസ്, distribution of land and water, distance from the sea, altitude, relief. It's a very very important. ഓരോന്നും എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. It's a very important കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ച very important question. And explain the main characteristics the cold weather season in India. അല്ലേ, ഹോട്ട് സീസൺ ഉണ്ട്, മൺസൂൺ സീസണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് കോൾഡും മൺസൂണും കേട്ടോ. ഇന്ത്യയിലെ തണുത്ത കാലാവസ്ഥ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? അറിയാലോ. ഇന്ത്യയിലെ തണുത്ത കാലാവസ്ഥ കാലം എന്ന് പറയുമ്പോൾ ഡിസംബർ അല്ലെ, ഇപ്പോഴൊക്കെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ നീളുന്നു. ഈ കാലത്ത് വടക്കേ ഇന്ത്യയിൽ താപനില കുറവായിരിക്കും. തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. വടക്കു കിഴക്കൻ വ്യാപാര കാറ്റുകൾ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന ഇന്ത്യയിൽ ഭൂരിഭാഗ പ്രദേശങ്ങളിലും വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നു. എന്നാൽ തമിഴ്നാട് തീരം ഈ കാറ്റുകളിൽ നിന്നും മഴ ലഭിക്കുന്നു. പശ്ചിമ വടക്ക് ഇന്ത്യയിൽ മഴയും ഹിമപാതവും നൽകുന്നു. ഇത് റാബി കൃഷിക്ക് വളരെ സഹായകരമാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഏത്? ദ ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ്. ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നോക്കണം. ആൻഡ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫോറസ്റ്റ് പോളിസി? അറിയാലോ. വനനയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്?
എന്താണ്? ദ ഫോറസ്റ്റ് പോളിസി ടു ബ്രിങ് 33% ലാൻഡ് ആൻഡ് ഫോറസ്റ്റ് കവർ. വനമേഖലയുടെ പരിധി 33% ഭൂമി ഉൾപ്പെടുത്താൻ വനനയം നിശ്ചയിച്ചു. ആൻഡ് രാജ്യത്തിന്റെ പ്രകൃതിദത്തമായ പൈതൃകവും ജൈവവൈവിധ്യവും ജൈവിക സമ്പത്തും സംരക്ഷിക്കാൻ തീരുമാനിച്ചു. മണ്ണൊലിപ്പ് തടയുക, വെള്ളപ്പൊക്കവും വരൾച്ചയും കുറിക്കുക എന്നിവ ലക്ഷ്യമിട്ടു. വനങ്ങളുടെ ഉൽപാദനക്ഷമത കൂട്ടുക. അപ്പൊ ഇത് മാത്രമല്ല, വേറെയും നിങ്ങൾക്ക് ഫീച്ചേഴ്സ് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സോഷ്യൽ ഫോറസ്റ്റ്? ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് സോഷ്യൽ ഫോറസ്ട്രി, അർബൻ ഫോറസ്ട്രി, റൂറൽ ഫോറസ്ട്രി എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് സോഷ്യൽ ഫോറസ്ട്രി? ദെൻ വനഭൂമികൾ നിയന്ത്രിക്കുക, സംരക്ഷിക്കുക, തരിശുഭൂമികൾ വനവൽക്കരിക്കുക എന്നിവയാണ് സാമൂഹ്യ വനവൽക്കരണത്തിൽ ഉൾപ്പെടുന്നത്. ദെൻ പരിസ്ഥിതികവും സാമൂഹികവും ഗ്രാമീണവുമായ വികസനത്തിന് ഇത് സഹായിക്കുക എന്നതാണ് അതിന്റെ പ്രധാന ലക്ഷ്യം. സാമൂഹിക വനവൽക്കരണത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 1 നഗര വനവൽക്കരണം, 2 ഗ്രാമീണ വനവൽക്കരണം, 3 ഫല വനവൽക്കരണം. അപ്പൊ എന്ത് ചെയ്യുക, ഓരോന്ന് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മക്കളെ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. നമ്മുടെ ജോഗ്രഫിയിൽ ഒരുപാട് പഠിക്കാൻ നമുക്ക് ടോപ്പിക്സ് ഉണ്ട്. അതിലൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ലൈവിലൊക്കെ. അപ്പോൾ വരാൻ പോകുന്ന എക്സാമിന് തലേന്ന് ലൈവ് ഉണ്ടാകും. ലൈവിൽ ജോയിൻ ചെയ്യുക. തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.